ഇതാണ് നരേന്ദ്രമോദിയുടെ സ്റ്റൈല്. പടിയിറങ്ങും മുൻപ് ലക്ഷം കോടികളുടെ പ്രഖ്യാപനം രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവസാന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് 1 ലക്ഷം കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതികളാണ്. പുതിയ പദ്ധതികളും തുടർ പദ്ധതികളും ഇതിലുണ്ട്. ഇത് രാജ്യത്തിന് പകരുന്ന ഊർജം ചെറുതല്ല. നിരവധി പ്രഖ്യാപനങ്ങൾ വന്നു. അതിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. 25,000 കോടി രൂപ ചെലവിൽ ഡൽഹി മെട്രോയുടെ 4ാം ഘട്ടം, 33,690 കോടി രൂപ അടങ്കലുള്ള മുംബൈ സബർബൻ റെയിൽവേ, ബീഹാറിലെ ബക്സറിൽ താപവൈദ്യുത നിലയം, സിക്കിമിൽ തീസ്ത ജലവൈദ്യുതി നിലയം, എയർ സ്ട്രിപ്പുകൾ, എയ്ഡ്സ് നിയന്ത്രണം, കരിമ്പ് കർഷകർക്കും പഞ്ചസാര മില്ലുകൾക്കും സഹായം തുടങ്ങി നിരവധി വികസന പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൊബിലിറ്റി സൊല്യൂഷൻസ് ശുദ്ധ ഇന്ധനം പ്രോത്സാഹിപ്പിക്കുന്നതിന് നീതി ആയോഗിന്റെ മൊബിലിറ്റി സൊല്യൂഷൻസ് കർമ്മരേഖയ്ക്കും അംഗീകാരം നൽകിയിരിക്കുന്നു. വ്യോമ വിഭാഗത്തിന് പ്രത്യേകം പാക്കേജുകൾ തന്നെയുണ്ട്. ഉഡാൻ പദ്ധതി പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 50 വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും കൂടി പുനരുദ്ധരിക്കും. ആദ്യ 2 ഘട്ടങ്ങളിൽ 129 വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും പുനരുദ്ധരിച്ച് 20 എയർലൈനുകൾക്ക് 458 റൂട്ടുകൾ അനുവദിക്കും. വിമുക്ത ഭടന്മാരുടെ ആരോഗ്യ പദ്ധതിയിൽ 43,000 പേരെ കൂടി ഉൾപ്പെടുത്തും. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തവർ, എമർജൻസി കമ്മീഷൻഡ് ഓഫീസർമാർ, സേവനം പൂർത്തിയാക്കാതെ വിരമിച്ചവർ, ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസർമാർ എന്നിവർക്കും പങ്കാളികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പദ്ധതികൾ ഇടക്കാല ബജറ്റിന്റെ ഭാഗമല്ലെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന പൂർണ്ണ ബജറ്റിലും ഇവ ഉൾപ്പെടുത്തേണ്ടി വരും. ഏതായാലും പടിയിറങ്ങും മുൻപ് ലക്ഷം കോടികൾ പ്രഖ്യാപിച്ചുള്ള നരേന്ദ്രമോദിയുടെ നടപടികൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം NDA സർക്കാർ കേന്ദ്രത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിനടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ സേവന പദ്ധതികൾ, ഇതിനെയൊക്കെ രാജ്യം പലപ്പോഴായും ഇരുകൈ നീട്ടി തന്നെയാണ് സ്വീകരിച്ചത്. നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു വികസന ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രാജ്യം കണ്ടതും. ആ വികസന കുതിപ്പുകൾക്ക് ആക്കം കൂട്ടുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവസാന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ച പദ്ധതികൾ. 1 ലക്ഷം കോടിയോളം രൂപ വരുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ വികസനത്തിന് കൂടുതൽ ഊർജ്ജം പകരും. പുതിയ പദ്ധതികളും തുടർ പദ്ധതികളും ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാനും പുതിയ പദ്ധതികൾ ആരംഭിക്കാനുമുള്ള വലിയ സംരംഭം തന്നെയാണ് രാജ്യം ഇനി കാണാൻ പോകുന്നത്. 25,000 കോടി ചെലവിൽ ഡൽഹിയുടെ മെട്രോയുടെ 4ാം ഘട്ടം. ഡൽഹി മെട്രോയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ അഭിമാന പദ്ധതി. അതിന്റെ 4ാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ മറ്റു വിദേശ രാജ്യങ്ങളെ കൂടി വെല്ലുന്ന രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് മെട്രോയുടെ കാര്യത്തിൽ ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും കർഷകർക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, കരിമ്പ് കർഷകരുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം, മൊബിലിറ്റി സൊല്യൂഷൻസ് ശുദ്ധ ഇന്ധനം എന്നുള്ള വലിയ ലക്ഷ്യവുമായി നീതി ആയോഗിന്റെ മൊബിലിറ്റി സൊല്യൂഷൻസ് കർമ്മരേഖയ്ക്കുള്ള അംഗീകാരം, ഇതൊക്കെ കൂടുതൽ കരുത്താകും. ഉഡാൻ പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമ മേഖലയ്ക്ക് കൂടുതൽ ആവേശം പകർന്ന രീതിയിൽ 50 വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും പുനരുദ്ധരിക്കും. ഉപയോഗിക്കാതെ കിടക്കുന്ന 50 വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിനും ആ പ്രദേശത്തിന്റെ വികസനത്തിനും കൂടുതൽ കരുത്താകും. വിമുക്ത ഭടന്മാർക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി, പ്രത്യേകിച്ചും രാജ്യം യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സൈന്യത്തിന് നരേന്ദ്രമോദി കൊടുക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. അതുകൂടാതെ വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും പങ്കാളികൾക്കും പ്രയോജനം ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ വരുമ്പോൾ അതും കൂടുതൽ പ്രാധാന്യത്തോടെ തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഏതായാലും പുതിയ സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന പൂർണ്ണ ബജറ്റിലും ഇപ്പോഴുള്ള പ്രഖ്യാപനങ്ങളെ ഉൾപ്പെടുത്തേണ്ടി വരും. ഇടക്കാല ബജറ്റിന്റെ ഭാഗമല്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും നരേന്ദ്രമോദിയുടെ നടപടികൾക്ക് വലിയ ജനപിന്തുണയാണ് ഈ പോയ വർഷങ്ങളിലൊക്കെ ലഭിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള പുതിയ പ്രഖ്യാപനങ്ങളും അതും രാജ്യത്തിന് കരുത്താകും എന്ന കാര്യത്തിൽ സംശയമില്ല.